സോ ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ട്രാവൽ ഈസ് മൈ തെറാപ്പി. ഉലയനൻ സാറിൻ്റെ ആഫ്രിക്ക യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ആഴ്ചയിൽ ആഫ്രിക്കയിലെ ആ, വിക്ടോറിയ ഫോൾസും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. വളരെ മനോഹരമായ സ്ഥലങ്ങൾ. ഇന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമുക്ക് ലഹനൻ സാറിൽ നിന്ന് കേട്ടുകൊണ്ട് യാത്ര ആരംഭിക്കാം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലഹനൻ സാറിനെ. ലഹനൻ സാർ, യു ആർ വെൽക്കം. സാറിന് കേൾക്കാമോ? കട്ടായി പോയോ? ഓക്കെ. സാറിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് അന്ന് ആദ്യത്തെ സെഷൻ ഒന്ന് കാണാം. കഴിഞ്ഞ ആഴ്ചത്തെ സെഷൻ ഒന്ന് റീവിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി സാറിൻ്റെ സെഷനിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഈ ചിത്രത്തിൽ നിന്നാണ്. ഈ ചിത്രത്തിലൂടെയാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം വിക്ടോറിയ ഫോൾസ് കണ്ടു. വിക്ടോറിയ ഫോൾസ് മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ ശേഷം നമ്മൾ കണ്ടത് വിക്ടോറിയ ഫോൾസിൻ്റെ മറ്റൊരു ഭാഗമാണ്. സർ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇത് നെറ്റ് വന്നു. ഉള്ള സമയത്ത് മുന്നോട്ട് പോട്ടെ. ഓക്കെ. നമ്മളിന്ന് റോബോൺ ഐലൻഡാണ് കാണാനായിട്ട് പോകുന്നത്. റോബോൺ ഐലൻഡ് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ, അവിടെ നിന്ന് ഏതാണ്ട് 11 കിലോമീറ്റർ മാറി ടേബിൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത, സമാധാനത്തിന് നോബൽ സമ്മാനം ജേതാവായ സൗത്ത് ആഫ്രിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന നെൽസൺ മണ്ടേലയ്ക്ക് വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ 18 വർഷം തടവിലിട്ട റോബോൺ ഐലൻഡ്. അദ്ദേഹം മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. കെഗൽമ മോട്ട്ലാത്തെ, ജേക്കബ് സുമ, ഈ രണ്ടുപേരും റോബൺ ഐലൻഡിൻ്റെ ശിക്ഷാ നടപടികളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അവരും മുൻ ആഫ്രിക്കൻ പ്രസിഡന്റുമാരായിരുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം പൂർണ്ണമാക്കുക. ഈ മണ്ടേലയ്ക്കും ഇവർക്കുമൊക്കെ ജയിലിൽ കിട്ടിയ സ്ഥലം 56 അടി സ്ക്വയർ. ആ സ്ഥലത്താണ് ഓരോ ദിവസവും അവർ കഴിഞ്ഞുകൂടിയത്. നോക്കൂ, അതികഠിനമായ ജോലിയാണ് ചുണ്ണാമ്പുകൽ ഖനികളിൽ ഇവരെ കൊണ്ട് എടുപ്പിച്ചത്. നമുക്ക് 10 ദിവസം പോലും അങ്ങനെ ജീവിക്കാൻ പറ്റാത്തിടത്ത് ആ 27 വർഷക്കാലം കഴിഞ്ഞുകൂടിയ സ്ഥലം. ഇനി അവിടെ കൂടെയുള്ളത് അതിനകത്ത് വേറെ ഉള്ളത് കുഷ്ഠരോഗികൾ, ഭ്രാന്തന്മാർ, മറ്റ് തടവുകാർ. അവിടെ ലെപ്പർ കോളനിയും അതിനോട് ചേർന്നൊരു സിമിട്രിയും മ്യൂസിയവും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. വളരെ കളർഫുള്ളായ ഒരു കാസിൽ, കുറെ കോട്ടേജുകൾ, ഹൗസ് പാർലമെന്റ്, സൗത്ത് ആഫ്രിക്കൻ ഒരു മ്യൂസിയം, ഇതൊക്കെ ചരിത്രപ്രധാനമായ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട്. ഇത് നമ്മുടെ യാത്ര വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ എത്തുന്നത് ടേബിൾ മൗണ്ടൻ എന്ന വിശാലമായ പർവ്വത മുകളിലേക്കാണ്. ഒരു വലിയ കേബിൾ കാർ അതിലൂടെയാണ്
നമ്മൾ ഈ ടേബിൾ മൗണ്ടനിലേക്ക് എത്തേണ്ടത്. ഏതാണ്ട് ഒരു കേബിൾ കാറിൽ 30 പേർക്ക് കയറാം. 360 ഡിഗ്രിയിൽ തിരിയുന്ന ഈ കാറ് അതിൻ്റെ ചക്രം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എപ്പോഴും ഈ കേബിൾ കാർ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ കേബിൾ കാർ ഉള്ള സ്ഥലത്തെത്താൻ നമ്മൾ ലിഫ്റ്റിൽ കയറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ലിഫ്റ്റിലാണ്, പിന്നീടാണ് കേബിൾ കാറിലേക്ക് നീങ്ങുന്നത്. ഒരു മലയുടെ മുകളിലേക്ക് കുത്തനെ കയറിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു അത്ഭുതം അവിടെയുള്ളത്, ഇത്രയും കുത്തനെയുള്ള ഈ കേബിൾ കാറിലേക്ക് അവിടെ എത്താൻ ആളുകൾ ചവിട്ടി ട്രക്ക് ചെയ്ത് കയറുന്ന കാഴ്ചയും അതുപോലെ തന്നെ ട്രക്ക് ചെയ്ത് ഇറങ്ങി വരുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചിത്രം ആ ടേബിൾ മൗണ്ടൻ്റെ തുടക്കം മുതൽ മുകൾ വശത്താണ്. ആ സ്ക്വയർ പോലെ കാണുന്നതിൻ്റെ മുകളിൽ വളരെ വിശാലമായ വട്ടത്തിലുള്ള പ്രതലമാണ്. ഇപ്പോൾ അവിടെ ട്രക്ക് ചെയ്ത് എത്തുന്നവരും താഴോട്ട് ട്രക്ക് ചെയ്ത് ഇറങ്ങുന്നവരും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ പരന്ന വിശാലമായ ഒരു മലമുകൾ. അതിനു മുകളിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ആകർഷകമായ സംഭവം അത് തന്നെയായിരുന്നു. ഞങ്ങളിൽ ചിലർ അവിടെ ഒരു $3 കൊടുത്തൊരു കപ്പ് കാപ്പി കുടിച്ചു. തണുപ്പിനെ ചെറുതായിട്ടൊന്ന് പിടിച്ചു നിർത്താൻ സഹായിച്ചു. എൻ്റെ ശ്രീമതിയെയും ചേർത്ത് പിടിച്ച് അല്പനേരം ടേബിൾ പർവ്വത മുകളിലൂടെ അവിടുത്തെ വിശാലമായൊരു പാറപ്പുറത്ത് പരസ്പരം നോക്കി എന്താ പറയാൻ വിട്ടുപോയ പോലെ നിശബ്ദമായിരുന്നു. ജീവിതത്തിൽ എന്തോ നേടിയ ഒരു അനുഭവമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. അവിടെ ഞങ്ങളോടൊപ്പം വന്നവര് പ്രകൃതി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് കാണാൻ കഴിയുന്ന വിസ്തൃതിയും ഭംഗിയും ആ പ്രകൃതി പൂർണ്ണമായും ആസ്വദിക്കുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറാണ് ഞങ്ങളതിൻ്റെ മുകളിൽ കഴിച്ചുകൂട്ടിയത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ശ്രീമതി സിജി റോയ്, അവർ ഞങ്ങളുടെ ഒക്കെ തന്നെ കൺമുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ആ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിജി പറഞ്ഞു, ഇനി നമ്മൾ കേബിൾ കാറിലേക്ക് തിരിച്ചു പോകണം, അതിന് തിരിച്ചു പോരുക. നമ്മൾ അവരുടെ നിർദ്ദേശം മാനിച്ച് തന്നെ ഞങ്ങൾ ഇതിലേക്ക് കയറി. വളരെ സ്വസ്ഥമായ ഒരു തിരിച്ചുവരവ് അതിൻ്റെ മുകളിൽ നിന്ന് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഇനിയുണ്ട്. ടേബിൾ മൗണ്ടൻ എത്ര ഉയരത്തിലാണെന്ന് ഞങ്ങൾക്ക് പിടിയൊന്നും കിട്ടിയില്ല. അത്ര വിശാലമായ ഉയരമുള്ള ഒരു മലമുകൾ. അവിടുന്ന് അത് താഴോട്ടുള്ള വരവിലേക്ക് എൻ്റെ കണ്ണിൽ ഈ ടേബിൾ മൗണ്ടനെ ഒരു കൂർത്ത മലയുടെ മുകൾ പരപ്പെന്ന നിലയിൽ നിന്ന് വിശാലമായ വലിയൊരു മേശപ്പുറമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ടേബിൾ മൗണ്ടൻ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നിന്ന് ടേബിൾ റോബൺ ഐലൻഡിനെ വരെ നമുക്ക് കാണാൻ കഴിയും. റോബൺ ഐലൻഡിൽ നിന്ന് കുറേ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ അത്രയും ദൂരം അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി നമ്മൾ ഐലൻഡ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഐലൻഡിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ പർവ്വതനിരയെ അല്പം ഉൾപ്പേടിയോടുകൂടിയാണ്, ഹൃദയമിടിപ്പോടുകൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പർവ്വതത്തിന് മുകളിൽ നിന്നും കണ്ട നഗരക്കാഴ്ച ഹൃദയമനോഹരമായിരുന്നു, ഹൃദയഹാരിയായിരുന്നു എന്ന് പറഞ്ഞേ പറ്റൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു.
ഞാൻ ഇച്ചിരി തിരക്കിൽ പോകുന്നത് ഈ കാഴ്ചകളോടൊപ്പം എൻ്റെ നെറ്റ് പോകുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊരാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് കേബിൾ കാറിൽ താഴേക്കുള്ള യാത്രയും മനോഹരമായിരുന്നു. ഞങ്ങളെ കാത്ത് താഴെ എത്തിയപ്പോൾ ബസ് അവിടെ കാത്തു നിന്നിരുന്നു. അവിടെ നമ്മൾ ഭക്ഷണത്തിനും രാത്രി ഉറക്കത്തിനുമുള്ള സദേൺ സൺ കേപ്പ് ഹോട്ടലിലേക്ക് ഞങ്ങളെ എത്തിക്കുകയാണ് ചെയ്തത്. വിശാലമായ സൗകര്യപ്രദമായൊരു ഹോട്ടൽ സമുച്ചയം. അവിടെ തന്നെയായിരുന്നു വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഒരുക്കിയിരുന്നത്. രുചികരമായ ആ ഭക്ഷണവും ആസ്വദിച്ച് അവരവരുടെ മാളത്തിലേക്ക് തണുപ്പിൻ്റെ അസഹ്യതയിൽ നിന്ന് രക്ഷപ്പെട്ട് മറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ. തണുപ്പ് കയറിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത യാത്രയുടെ 6-ാം ദിനത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യാത്ര പെനിൻസുലാർ ടൂർ എന്നാണ് വിളിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സീൽ ഐലൻഡിനെ ലക്ഷ്യമാക്കിയാണ് ഒരു ചെറുകപ്പൽ യാത്ര. സീൽ ഐലൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തില് വളരെ വലിയ തിരകൾക്കിടയിലൂടെ ഒരു ചെറു കപ്പലിലുള്ള യാത്രയായിരുന്നു. എല്ലാവരും അക്ഷമരായി നിൽക്കുകയാണ്. ചെറുകപ്പല് നീലക്കടൽ കരയിൽ നിന്നകന്ന് തിരയും കാറ്റും നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്. ആ തിരകൾ ഒരു തരത്തിൽ പൊക്കത്തിൽ വരാത്തപ്പോൾ മനോഹരമായിരുന്നു. എന്നാൽ ചിലപ്പോൾ നമ്മളെ നനയ്ക്കുന്ന രീതിയിൽ കാറ്റ് ശക്തമായി ഗംഭീരമായ തിരകൾ എല്ലാവരുടെയും കാഴ്ചയ്ക്ക് ആസ്വദിക്കുന്നതിനിടക്ക് തിരയുടെ വലിപ്പം കൊണ്ട് ചെറുകപ്പൽ ഉലഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടാവും. ശക്തമായ തിര, അവിടെ ഈ കപ്പലിൻ്റെ ഉലച്ചിൽ, ആ ഉലച്ചിൽ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി കപ്പൽ യാത്ര, ഇങ്ങനെ ഉള്ളൊരു യാത്ര അനുഭവിക്കുന്നവർക്ക് അത് വളരെയേറെ പേടിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ പലരും കമ്പിയിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആഞ്ചലായതുകൊണ്ട്, ഉളച്ചിലായതുകൊണ്ട് അത് വലിയ പ്രയാസമൊന്നും നമുക്ക് തോന്നിയില്ല. ഇപ്പോൾ നമ്മുടെ യാത്ര ഞാൻ പറഞ്ഞു സീൽ ഐലൻഡിനെ ലക്ഷ്യമാക്കിയുള്ളതാണ്. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ അടുത്തുള്ള ഫാൾസ് ബേയുടെ വടക്കൻ ബീച്ചുകളിൽ നിന്നും ഒരു 7 കിലോമീറ്റർ അകലെയാണ് ഈ ഐലൻഡ്. ഒരു ചെറിയ കരയാണത്. അത് സീൽ ഐലൻഡ്. ആ സീൽ ഐലൻഡിൽ കേപ്പ് ഫർ സീലുകൾ ഇവിടെ ധാരാളമുണ്ട്. ആ ഒരു സീലിൻ്റെ ഒരു ചിത്രമാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തലഭാഗം, പാറയിൽ നിന്ന് തലഭാഗം ഉയർത്തി ഗൗരവത്തോടെ നിൽക്കുന്ന സീൽ, വെള്ളത്തിൽ നീന്താൻ കഴിയുന്ന സീൽ. ഈ ദ്വീപിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ഈ സീലുകളുടെ പ്രഭാവമാണ്. ഏതാണ്ട് 5 ഏക്കർ വിസ്തൃതിയുള്ള ഈ ദ്വീപിൽ 64,000 സീലുകളാണ് അവരുടെ സെൻസസ് അടുത്ത് ഉള്ളത്. സീലുകളുടെ ആവാസ കേന്ദ്രമാണിവിടെ. ബ്രൗൺ ഫർ സീലുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. അതാണ് നേരത്തെ നമ്മൾ കണ്ട ചിത്രം, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രവും അത് തന്നെയാണ്. ഈ ദ്വീപില് വെള്ളസ്രാവുകൾ, വളരെ ഗംഭീരന്മാരായ വെള്ളസ്രാവുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. മനുഷ്യന്റെ വേട്ടയാടലുകൾ ഇവിടെ നിന്ന് അവയെ പതുക്കെ അകറ്റിക്കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്രാവുകൾ ഉണ്ടായിരുന്ന ആ പ്രദേശം അവർ പതുക്കെ ഇട്ടൊഴിഞ്ഞു. ആകെ സീലുകൾക്ക് വേണ്ടി മാത്രമായി മാറിയോ എന്ന് പൂർണ്ണമായും സംശയിക്കുന്നു. അപ്പൊ സീൽ ഐലൻഡിൽ നിന്ന് കപ്പൽ തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോൾ ഞങ്ങളൊരു കാഴ്ച കണ്ടു. അതൊരു കൂറ്റൻ സ്രാവ്
ചത്തുമലച്ച് വെള്ളത്തിൽ പാറി ഒഴുകുന്ന കാഴ്ചയാണത്. ആദ്യം കണ്ടപ്പോൾ ഒരല്പം വിഷമത്തോടു കൂടിയാണ് നോക്കിയത്. പിന്നീട് അതിലൊരു കൗതുകവും ഞങ്ങൾ കണ്ടു. ഒരു പ്രത്യേക ചലനം ഈ വെള്ളസ്രാവിൻ്റെ പുറത്ത് അനുഭവപ്പെടുന്നു. അപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് മറ്റ് കടൽ മത്സ്യങ്ങൾ അതിനെ ആഹാരമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തത്തിക്കളിക്കുന്ന ഈ ചെറുകപ്പൽ സഞ്ചരിക്കുമ്പോൾ ഈ സമുദ്രത്തിനോടൊരു പ്രത്യേക അടുപ്പം തോന്നും. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തി. ആ ബസ്സിൽ കയറി കടൽക്കരയിലൂടെ വേഗത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഭംഗിയുള്ള നീണ്ട വിശാലമായ ഫിഷ് ഹോക്ക് ബീച്ചിലേക്കാണ് എത്തിയത്. വിശപ്പിന്റെ വിളി ആ ബീച്ച് കാണാൻ പിന്നീടാക്കി. കടൽ അപ്പോഴും മാടി വിളിച്ചുകൊണ്ടേയിരുന്നു. ഇതൊരു കടലോര ഗ്രാമമാണ്, ഭംഗിയുള്ള വൃത്തിയുള്ളൊരു ഗ്രാമം. ഈ ഗ്രാമത്തെ ചുറ്റിക്കൊണ്ട് പർവ്വതനിരകൾ, സുരക്ഷിതമായ ഒരു സ്വിമ്മിംഗ് ബീച്ചാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കേപ്പ് ടൗണിലെ ഗംഭീരമായ സുന്ദരമായ സ്വിമ്മിംഗ് ബീച്ച്, ആ കടൽക്കരയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്വിമ്മിംഗ് ബീച്ചാണ്. അത് വളരെ സുരക്ഷിതമാണ്. കടലിൻ്റെ ആക്രമണം ഒട്ടും തന്നെ ഇല്ലാത്തൊരു പ്രദേശം. ആ ഫിഷ് പാക്ക് തെളിഞ്ഞ വെളുത്ത മണൽ കൊണ്ട് മനോഹരമായിരിക്കുകയാണ്. ഇവിടെ ധാരാളം ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല തിരക്കാണ്. പക്ഷേ ഞങ്ങൾ ലഞ്ച് ഹൈ ടൈം ആയതുകൊണ്ട് ആ ബുഫേ സിസ്റ്റത്തിലേക്ക് കയറി ആഹാര സാധനങ്ങൾ കൈവയ്ക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ അല്പം കഷ്ടപ്പെട്ടു. നമുക്ക് ആഫ്രിക്ക ആയതിനാൽ വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. പക്ഷെ മെയിനായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് റൊട്ടിയും ഇറച്ചി വിഭവങ്ങളുമാണ്. മസാലയുടെ അഭാവം ഉണ്ടവിടെ. എന്നാൽ അതിൻ്റെ രുചി പകരുന്ന ചേർക്കലുകളും അതോടൊപ്പമുണ്ട്. കടൽ മത്സ്യങ്ങൾ തന്നെ വിവിധ രൂപത്തിലും ഭാവത്തിലും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തപ്പിത്തടഞ്ഞ് ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നീഗ്രോ സപ്ലയർ ഒരു പെൺകുടിയെ കണ്ടുപിടിച്ചു. അവരുടെ സഹായം തേടി ഇന്ത്യൻ ഫുഡ് കാണിച്ചു തന്നു. അവർക്ക് കാര്യമായി ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയ പോലെയാണ്, ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവർ ഞങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തന്നു. അവിടെ ചോറുണ്ടായിരുന്നു, അതിൽ കറികളും. സീ ഫുഡാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. വയറ് നിറയെ അടിച്ച് കയറ്റി, കാരണം വിശപ്പിൻ്റെ ഒരു നല്ല സമയം തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ സ്ത്രീ നമ്മളെ ഈ മധുരപലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്റ്റാളിലേക്ക് തിരിച്ചുവിട്ടത്. അത് പാക്കേജിലുള്ളതാണ്, ഞങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് പലരും അത്യാവശ്യം അവരവരുടെ ബാഗുകളിൽ പാർസലാക്കി. നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, മാത്രമല്ല മലയാളികളും. കേരളീയരല്ലേ, ഞാനും ആ കൂട്ടത്തിലാണ്. ഒരല്പം എടുത്ത് എൻ്റെ ബാഗിലും സൂക്ഷിച്ചു. ഇനി അവിടെ നമ്മുടെ മലയാളി സൂപ്പർ ഗൈഡ് സിജിമോൾ വന്നെത്തി. എല്ലാവരും 10 മിനിറ്റ് വിശ്രമത്തിന് ശേഷം ബസ്സിലേക്ക് ആനയിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മളിനി അടുത്ത കാഴ്ചപ്പുറത്തേക്കാണ് പോകുന്നത്. അതാണ് ബോൾഡേഴ്സ് ബീച്ച്, പെൻഗ്വിൻ കോളനി. നിങ്ങൾക്കിപ്പോൾ അവിടെ കാണാം, വെൽക്കം ടു ബോൾഡേഴ്സ് ബീച്ച്. അവിടെ ചെറിയ ചെറിയ കറുത്ത വെള്ള പൊട്ടുകൾ തോന്നുന്നത് അവിടുത്തെ പെൻഗ്വിൻസ് ആണ്. അതൊരു ബീച്ചാണ്, ബോൾഡേഴ്സ് ബീച്ച്, വലിയ പാറക്കെട്ടുകളുള്ള ബീച്ച്. അതിനെ നമ്മൾ പെൻഗ്വിൻ കോളനി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവിടെ അറിയപ്പെടുന്നത് ഈ പെൻഗ്വിൻ കോളനിയാണ്. വീണ്ടും
ആഫ്രിക്കൻ പെൻഗ്വിനുകളെ കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഈ ബോൾഡേഴ്സ് ബീച്ചാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പാറയുടെ ഇടയിൽ നിന്ന് അവർ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്നതായിട്ട്. ഉൾക്കടൽ കൊണ്ട് നിർമ്മിച്ച ഒരു സംരക്ഷിത ബീച്ചാണത്. ഒരു ഉള്ളിലേക്ക് കയറിയ ഒരു കടലിൻ്റെ കരഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ബോൾഡേഴ്സ് ബീച്ച് ഗ്രാനൈറ്റ് പാറകൾക്കിടയിലുള്ള ഒരു ഉൾക്കടൽ കൊണ്ട് നിർമ്മിച്ച ഒരു സംരക്ഷിത ബീച്ചാണ്. ബോൾഡേഴ്സ് ബീച്ച് അതിൽ തന്നെയാണ് ഈ ബീച്ചിന് പേര് വരാനും കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഗ്വിൻ ബീച്ച്. ഒരുതരം പെൻഗ്വിനുകൾ അവയുടെ സവിശേഷമായ കരച്ചിൽ കാരണം ജാക്കാസ് പെൻഗ്വിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൻഗ്വിനുകളെ ജാക്കാസ് പെൻഗ്വിനുകൾ എന്നാണ് പറയുന്നത്. പറക്കാൻ കഴിയാത്ത ആ പക്ഷികൾ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. പറക്കാൻ കഴിയില്ല, കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയും, കൈയുടെ ഭാഗത്ത് ഒരു ചെറിയ ചിറക്, പറക്കാൻ കഴിയില്ല. ആഫ്രിക്കൻ ഭൂഖണ്ഡത്ത് കാണുന്ന ഒരേ ഒരു തരം പെൻഗ്വിനുകൾ ഇവയാണ്. ഇനി തെക്കൻ നമീബിയ മുതൽ പോർട്ട് എലിസബത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന കോളനികളാണ് ഇവ പ്രജനനത്തിന് വേണ്ടി നടക്കുന്നത്. അവിടെ ഈ ബോൾഡേഴ്സ് ബീച്ചിൽ അവരുടെ അമ്മ വീടായിട്ടാണ് അവർ കാണുന്നത്. വിശാലമായൊരു ബീച്ച് എലിസബത്ത് പോർട്ടിൽ ആ വശത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ ബോൾഡേഴ്സ് ബീച്ചാണ് ഈ പെൻഗ്വിനുകളുടെ അമ്മ വീടായി കാണുന്നത്. കൊച്ചുമക്കൾ ഓടിക്കളിക്കുന്ന പോലെയുള്ള കളികൾ അവിടെയുണ്ട്. അപ്പോൾ പറക്കാൻ കഴിയാത്ത ഈ ജലപക്ഷി പലതരത്തിലും വംശനാശത്തിൻ്റെ ഭീഷണിയിലാണ്. ആഫ്രിക്കൻ പെൻഗ്വിൻ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്ന ഏക സ്ഥലം ബോൾഡേഴ്സ് ബീച്ച് മാത്രമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് ഏതാണ്ട് 3000-ഓളം പെൻഗ്വിനുകളാണ് അവിടെ ഉള്ളത്. ഈ ആഫ്രിക്കൻ ഗവൺമെൻറ് അതിനെ കൃത്യമായി സംരക്ഷിക്കുന്നുണ്ട്. അനാവശ്യമായി ഒരു വ്യക്തിക്ക് പോലും അവരുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് പോകാൻ ഒക്കുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ ഈ 6-ാം ദിവസം അവസാനിക്കുമ്പോൾ ഒത്തിരി കാഴ്ചകൾ അടുക്കി വെച്ചതിനു മുകളിൽ ആഫ്രിക്കൻ പെൻഗ്വിനുകളെയും ചേർത്ത് കഴിയാം. നമുക്ക് അവരെക്കുറിച്ചും ഒന്ന് മനസ്സിൽ കാണാം. വളരെ അനുസരണയുള്ള ഭംഗിയുള്ള പക്ഷി നമ്മളോടൊപ്പം സഞ്ചരിക്കും. ആ ബീച്ചിലേക്കൊന്ന് ഇറങ്ങിയാൽ അവർ നമ്മോടൊപ്പം സഞ്ചരിക്കും. പക്ഷെ ആളുകൾ അങ്ങനെ ഇറങ്ങാറില്ല. അവിടെയുള്ള ഗാർഡ്സ് അതിനെ അനുവദിക്കാറുമില്ല. പക്ഷേ വിത്ത് പെർമിഷൻ ചിലപ്പോഴൊക്കെ ഈ പെൻഗ്വിനുകൾ നമ്മുടെ അടുത്തേക്ക്, നമ്മളൊരു പാലം പോലെ ഒരു ഭാഗത്തിൽ പൊക്കത്തിലാണ് നിൽക്കുന്നത്, അടുത്തേക്ക് വരുന്നതായിട്ട് നാം കാണും. ഇനി അവിടുന്ന് നമ്മൾ പോകുന്നത് കേപ്പ് പോയിന്റിലേക്കാണ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. നാം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് സഞ്ചരിക്കുന്നത് കടൽ തീരത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരു വശത്ത് കടൽ, മറുവശത്ത് പർവ്വതം. അതിലേക്കുള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പ്രകൃതി കനിഞ്ഞനുവദിച്ചിരിക്കും. കടലിലേക്ക് തലനീട്ടി നമ്മുടെ മുമ്പിൽ പാറക്കെട്ടുകൾ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്, ഉയരമുള്ളത്. ദി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ തെക്ക് പ്രദേശമാണ്. ഈ പ്രദേശത്താണ് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ഒന്നിച്ചു ചേരുന്ന നയനമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 2 വൻകടലുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു പ്രദേശം ശാന്തമാണെന്ന് പറഞ്ഞാൽ എനിക്കടക്കം അത്ഭുതമാണ് തോന്നിയത്. എന്ത് സ്നേഹത്തോടെയാണ് അവരവിടെ ചേർന്ന് നിന്നത് എന്ന് ആലോചിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സാംബസി നദി 2000 ചില്ലറ കിലോമീറ്റർ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. ഇവിടെ
രണ്ട് മഹാസമുദ്രങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും ഞാൻ പറഞ്ഞു, അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ചേരുന്ന നയനമനോഹരമായ കാഴ്ചയ്ക്ക് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശം അടുക്കുപാറകൾ കൊണ്ട് നിർമ്മിതമാണ്. പർവ്വതശ്രേണി, പർവ്വതജന്യമായ ഒരു അത്ഭുത ലോകം. കടലിൻ്റെ ഇരമ്പൽ ശക്തമാകുന്നു, അത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടൽ ഈ തിരകളെ കൊണ്ട് പാറയിലേക്ക് എത്തിച്ച് അവർ സന്തോഷപൂർവ്വം മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതം, അതിൻ്റെ മുകളിലാണ് അതിപുരാതനമായ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫോട്ടോയിൽ, ഈ ചിത്രത്തിൽ, ഇല്ല സാർ പുറകിലേക്ക് ഈ ചിത്രത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ ലൈറ്റ് ഹൗസ് നിൽക്കുന്ന ഈ ഹോപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൻ്റെ താഴെയാണ്. പർവ്വതം ഇപ്പുറത്തും നേരെ പുറകിൽ കാണുന്നത് സമുദ്രത്തിൻ്റെ ഒപ്പവും. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു ബോർഡ്, ഹോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഞങ്ങൾ ചെന്ന എല്ലാവരും അതിൻ്റെ പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് ഒരു ഷോട്ട് എടുക്കാനായിട്ട് പറ്റി. ആ ഷോട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ആ ഇരിക്കുന്നതിൻ്റെ മുകളിൽ, ഇല്ല സാർ പോണ്ട, ഞങ്ങൾ ഇരുന്ന ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുകൾ വശത്ത് കാണുന്ന പർവ്വതമാണ് നമ്മുടെ ഈ ഇതിലേക്ക് തള്ളി നിൽക്കുന്ന പർവ്വതം. അതിൻ്റെ മുകളിലാണ് ആ ലൈറ്റ് ഹൗസ്. നമുക്കൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ, പുരാതനമായ ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസിലേക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ ആ പർവ്വത ശ്രേണിയുടെ മുകളിലേക്ക് എത്താൻ 150 പടികൾ കയറണം. ഇത്രയും ക്ഷീണിച്ചു വന്ന ആളുകൾ പലരും അതിൻ്റെ മുകളിൽ കയറാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ശാരീരിക പ്രശ്നങ്ങളാണ്. എന്തായാലും ദൈവാധീനം കൊണ്ട് ഈ 150 പടികളും കയറി ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറേ മൂല കാണാൻ 2 കടലുകൾ ഒന്നിച്ചു ചേരുന്നു. ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും. ഈ കാഴ്ചകൾ വന്ന് കാണാൻ പലർക്കും കഴിഞ്ഞില്ല, കാരണം ആരോഗ്യ പ്രശ്നമാണ്. ദൈവാനുഗ്രഹത്താൽ എനിക്കത് കാണാൻ കഴിഞ്ഞു. എൻ്റെ ശ്രീമതി പറഞ്ഞു, ഞാൻ വരുന്നില്ല, അവിടെ ഇരിക്കും, നിങ്ങൾ പോയി വരും. കയറി ആ 150 പടിയും കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ അതിഗംഭീരമായൊരു കാഴ്ചയാണ്. അവിടെ നോക്കുമ്പോൾ ഈ 2 കടലുകൾ ചേരുന്ന ഭാഗത്ത് ഒരു ഒരു പകർച്ച കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ നിന്ന് ഈശ്വരനോട് നന്ദി പറഞ്ഞ് ചില ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ താഴേക്ക് വരികയാണ്. സാർ, അടുത്തൊരു ഫോട്ടോ ഇല്ലേ? രണ്ടാളുകൾ നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. യെസ്, ഇതാണ്. നോക്കൂ, ഇത് സാർ 2 ഫോട്ടോകളെ ഒന്നിച്ച് കാണിക്കുന്നതാണ്. ഇതാണ് ലൈറ്റ് ഹൗസ്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ, സൂപ്പർ മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലൈറ്റ് ഹൗസാണ്. അതിൻ്റെ ഇരുവശങ്ങളും താഴെ 2 കടലുകൾ ചേരുകയാണ്. അന്നത്തെ സഞ്ചാരികൾ ഈ ലൈറ്റ് ഹൗസാണ് അവരുടെ ഏക ആശ്രയം. ഇന്നത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രം. ലൈറ്റ് ഹൗസിനോട് ചേർന്ന് ഇപ്പുറത്തുനിന്ന് ഞാൻ നിൽക്കുന്ന ഫോട്ടോ താഴ്വശത്തുനിന്ന് കാണുന്ന ദീർഘമായ കടലിൻ്റെ രൂപമാണ്. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് പതുക്കെ താഴോട്ട് ഇറങ്ങി രാത്രി ഭക്ഷണത്തിനും ഉറക്കത്തിനുമായി ഞങ്ങൾ ഉറക്കത്തിനായിട്ട് സതേൺ സൺ കേപ്പ് ഹോട്ടലിൽ നിന്ന് അവിടേക്ക് തിരിച്ചു വരികയാണ്. കണ്ട കാഴ്ചകളൊക്കെ അയവിറക്കി, ക്ഷീണം ഉണ്ടെങ്കിലും കുറേ കൂടെ സന്തോഷകരമായ ഒരു തിരിച്ചുവരവാണ് അവിടെ. എല്ലാം മനസ്സിൽ കാഴ്ചയുടെ പുതിയ വാദ്യങ്ങൾ മുഴക്കുകയായിരുന്നു. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഹോട്ടലിൽ എത്തുകയാണ്. നമ്മൾ ഒന്നിച്ച് ആ ഹോട്ടലിലേക്ക് കയറുന്നു. ബാക്കി കാര്യങ്ങൾ, ആഹാരം, അതുപോലെ തന്നെ ഉറക്കം, ഇതെല്ലാം
അന്നവിടെ ചെയ്യുകയാണ്. ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. താഴെ ഇപ്പോൾ ആ സാറ് കാണിച്ചത് ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു ഹോട്ടൽ അവിടെ ഉണ്ടായിരുന്നു. ആ ബീച്ചിനോടനുബന്ധിച്ച് അവിടെ പുരുഷന്മാരെല്ലാം കൂടെ ഒരു ഇതിലും സ്ത്രീകളെല്ലാം കൂടെ അടുത്ത കോട്ട, അതിന് കുട, പുല്ലാണത്, പുല്ല് മേഞ്ഞ കുടയ്ക്ക് താഴെ നിന്ന് ഞങ്ങളുണ്ടേ എന്ന മട്ടിൽ അവർ കണ്ടു, അവർ കാണിച്ചു, ഞങ്ങളും പോയിരുന്നു. ആ 2 സ്നാപ്പുകളാണ് ഇവിടെയുള്ളത്. ഈ കാണുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ബസ്സിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വിശാലമായ കൃഷിയിടങ്ങൾ അവിടെയുണ്ട്. വലിയ ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഉഴുത് തയ്യാറാക്കിയിട്ടിരിക്കുന്ന ഒരു ഭൂവിഭാഗമാണത്. എത്ര കിലോമീറ്ററാണ് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് അങ്ങനെ ഒരു ഷോട്ട് അന്നേരം എടുക്കാൻ കിട്ടി. അതിപ്പോൾ സാറ് നമുക്ക് വേണ്ടി ഇവിടെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് 7ാമത്തെ ദിവസത്തെ തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഞാൻ സത്യത്തിൽ ഒരല്പം സ്പീഡിലാണ് പോയത്, കാരണം എനിക്ക് ഭയമായിരുന്നു ഇത് എപ്പോഴാണ് നിന്നു പോവുക ദൈവമേ. എന്നാൽ ഈശ്വര സഹായം നിന്നില്ല. എല്ലാവർക്കും നന്ദി. സാബു സാറെ കൃത്യമായി തന്നെ ആ ഫോട്ടോസ് കാണിച്ചു. ചില ഫോട്ടോസൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്, സാരമില്ല. ഓക്കെ സർ, ഓക്കെ. ഓക്കെ സാർ, സാർ വളരെ കൃത്യതയോടുകൂടിയാണ് നമ്മൾ പടങ്ങളൊക്കെ കണ്ടത്. സാർ പറഞ്ഞ പോലെ ഒരു നെൽസൺ മണ്ടേലയെ പാർപ്പിച്ചിരുന്ന ഒരു വലിയ ദ്വീപ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പെൻഗ്വിനുകളെ കണ്ടു. നമ്മുടെ നാട്ടിൽ നീർനായ എന്നൊക്കെ പറയുന്ന പോലത്തെ ആഫ്രിക്കൻ വേർഷൻ അത് നമ്മൾ കണ്ടു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആ മുനമ്പ്, 2 സമുദ്രങ്ങൾ ചേരുന്ന ആ മുനമ്പ് കണ്ടു. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു. ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. കളിച്ചോളൂ. ഇനി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ആരാണ്? ഗോകുമാർ സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. അവിടെ ചെന്ന് കണ്ടതുപോലൊരു പ്രതീതിയായിരുന്നു. അവിടെ ഇനിയിപ്പോ സാറിനെ ഈ കൊണ്ടുപോയവർ കണ്ടാൽ വഴക്ക് പറയും. കാരണം ഈ ഞങ്ങൾക്ക് ഇനിയും പോകാനുള്ള അവസരം ആവശ്യമില്ല. കാരണം ഉണ്ടായി നല്ലതായിരുന്നു, നല്ല രീതി കണ്ടതുപോലെയായി. ഓക്കെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ശരിക്കും നമ്മൾ ഇതിലേക്ക് കയറി പോകുന്നത് എങ്ങനെയാ സാറേ? ലൈറ്റ് ഹൗസിലേക്ക് എങ്ങനെ കടന്നു പോകും? നമ്മൾ സ്റ്റെപ്പാണോ? അല്ല, അൺമ്യൂട്ട് ചെയ്തു, കേൾക്കുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കുത്തനെയുള്ള സ്റ്റെപ്പ്, വട്ടത്തിലുള്ള സ്റ്റെപ്പല്ല, കുത്തനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുത്തനെയുള്ള സ്റ്റെപ്പാണ്. പലരും പകുതി അങ്ങ് കയറി മതി എന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നു. സാബു സാറിന് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഇവിടെ പോയിട്ട് ഞാൻ സാറിൻ്റെ കൂടെ മല കയറി കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി സാർ എനിക്ക്, സാറ് പോയി വരും. അത് നമ്മള് അതൊരു മലയാണത്. അത് നമ്മൾ വയനാടല്ല, കണ്ണൂര്. സാർ കണ്ണൂര്. അപ്പൊ അത് മനസ്സിലുണ്ടായിരുന്നു. ഇത് കയറിയിട്ടേ ഉള്ളൂ ഇരുന്നാലും എന്നുള്ളൊരു ധൈര്യത്തിൽ എന്തായാലും കയറാൻ കഴിഞ്ഞു. രസകരമായ കാഴ്ചയായിരുന്നു സാർ. ആ ലൈറ്റ് ഹൗസ് ശരിക്കും ആ ലൈറ്റ് ഹൗസിനേക്കാളും ഒത്തിരിയും ഉയരത്തിൽ പിന്നെ ആ മല നിൽക്കുന്നുണ്ടല്ലേ? കുറച്ചുകൂടെ ഉയരത്തിലുണ്ട്. ഇവിടെ കുറച്ച് റൗണ്ട് തോന്നുന്നുകൊണ്ട് അവിടെയാണത് കെട്ടിവെച്ചത്. പിന്നെ ഒന്നുകൂടെ ഉണ്ട് സാർ, അടുക്കുപാറകളാണ്. ഞാനത് പറയാൻ വിട്ടുപോയതാ. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വലിയ പാറ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു 2 അടി 4 അടിയൊക്കെ പൊക്കത്തിൽ അടുക്കുകളാണ്. അതിൻ്റെ ഇടയിൽ ചീളുകളുണ്ട്. ആ ചീളുകൾ എടുത്തു മാറ്റിയാൽ വെള്ളം വന്ന് ചീളുകൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങോട്ട് തള്ളിപ്പോവും. പക്ഷെ എത്രയോ കാലമായി പ്രകൃതി കെട്ടിയതാണ് ആ മല, അനങ്ങില്ല സർ. യെസ് സർ. ഞാൻ എൻ്റെ ചിത്രം ഒന്നും കൂടെ കാണിച്ചു തരാം, അപ്പോൾ അത് ഇച്ചിരി ക്ലാരിറ്റി കിട്ടും. ഇതാണ് ആ മല.
ആ മലയുടെ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഇതാണ് കറക്റ്റ് വ്യൂ. ഓക്കെ, ശരി. ഇനി എലിക്കുട്ടി മാം, ആഫ്രിക്ക കണ്ടോ? സാറേ, ഒരുപാട് കാലം കൂടി എന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഉള്ള ഒരു എന്താ പറയുക, അങ്ങനെയാണ് ഗ്രൂപ്പിലോട്ട് വന്നപ്പം എന്റെ മനസ്സിൽ ഒരു ഇച്ഛ കേറാത്ത എന്താ ചോദിച്ചോ സാറേ, ഒരുപാട് ക്ലാസ്സുകൾ കേൾവിക്കുറവുണ്ട്. അപ്പൊ അധിക സമയം പിന്നെ ഇതുമായിട്ടൊക്കെ ഇരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ക്ലാസ്സിൽ സ്വയം കയറാറുള്ളത്. നിയന്ത്രിക്കുക അല്ലേ? സ്വയം നിയന്ത്രിക്കുക. പിന്നെ ഉലകണ്ടൻ സാറ് നമ്മളെ ഫ്രീ ആയിട്ട് ആക്കി കൊണ്ടുപോകുമ്പോ വന്നില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകില്ലെന്നോർത്ത് വന്നതാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലാസ് സാബു സാർ എനിക്ക് ലിങ്ക് കുറച്ച് സമയമല്ലേ ആയുള്ളൂ, ആയി ഇട്ട് കഴിഞ്ഞാണ് എനിക്ക് ലിങ്ക് കിട്ടിയത്. അതിന് മുമ്പ് ശ്രമിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസത്തേക്ക് ഇട്ടു, പ്രകൃതിയിലേക്കുള്ള കുറച്ചൊക്കെ കേൾക്കും. അടുത്ത ശനിയാഴ്ചയും കൂടെ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ കാണും. ഓക്കെ, താങ്ക് യു മാം. വേണുഗോപാൽ സർ അഡ്മിറ്റ് ചെയ്തു. ഏതായാലും ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഞാനിതൊക്കെ കേട്ടത്. കാരണം പ്രത്യേകിച്ച് വിലനൻ സാറിൻ്റെ ഈ അവതരണമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ചും ഈ പ്രതീക്ഷിച്ചിരുന്ന ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടായില്ലെന്നുള്ളതാണ് ഒരു സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ കംപ്ലീറ്റ്, അതുപോലെ തന്നെ ഈ ഫോട്ടോസൊക്കെ കാണുകയും പിന്നെ ടേബിൾ മൗണ്ടൻ കണ്ടു, പിന്നെ കേബിൾ കാറിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അവിടെ ഏതൊരു മൗണ്ടൻ്റെ പുറത്തല്ല, 150 അടി ഉയരത്തിൽ കയറാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അതേതായാലും നല്ലൊരു അനുഭവമാണ് വിനോദ സാറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ ടോപ്പിൽ നിന്നുകൊണ്ട് റോബിൻ ഐലൻഡ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു സാറ് പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ഒരു അനുഭവമാണ് അത് ശരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം കണ്ട സീൽ ഐലൻഡ്, പിന്നെ ബോൾഡേഴ്സ് ബീച്ച്, ഇതൊക്കെ മനോഹരമായ കാഴ്ചകളായിരുന്നു. പോയതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ സ്റ്റെപ്പുകൾ വഴിയാണ് കയറി പോകുന്നത് അല്ലേ സാറേ? എങ്ങനെ? അല്ല, അങ്ങോട്ട് കയറി പോകുന്ന സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകളാണ്. 150 അടി, അതെന്തോ പറഞ്ഞല്ലോ. അതൊരു പ്രത്യേക അനുഭവമാണെന്ന് പറഞ്ഞു സാറ്. അതൊരു പിന്നെ അവസാനം കണ്ട കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യത്തെ യാത്രയിൽ, ആഫ്രിക്കൻ്റെ ആദ്യത്തെ 3-4 ദിവസത്തെ യാത്ര സാർ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ അതിനേക്കാളും കൂടുതൽ മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നല്ല അവതരണം. ഏതായാലും ഒരാഴ്ച കൂടി ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല കാഴ്ചകൾ ഇനിയും കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തിയാണ്. നന്ദി. ഓക്കെ സാർ. ജോസ് ജോൺ, അതുപോലെ കുഞ്ഞായി മാസ്റ്റർ, റോയ് സാർ. Sir, may I say? പറയൂ സർ. Thank you all. Thank you, ഉലഹണ്ണൻ സർ. സാറിൻ്റെ ഈ മനോഹരമായ യാത്രയിൽ കൂടെ ആസ്വദിച്ചുകൊണ്ട് ഞാനും കൂടെ സഞ്ചരിക്കുകയായിരുന്നു. വളരെ മനോഹരം, സാഹസികം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത പല സ്ഥലങ്ങളും സന്ദർശിച്ച് അഭിനന്ദനങ്ങൾ. ലോകത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. ഇതൊക്കെ നമുക്ക് പകർന്നു തരാൻ ഇനിയും സാറിന് സാധിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സെഷൻ ആയിട്ട് സാറിന് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സർ.
റോയ് സാറേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞില്ല സാറേ. ആ ഓക്കെ. സാറിൻ്റെ അഡ്വഞ്ചേഴ്സ് ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസം ഇച്ചിരി ലേറ്റ് ആയിട്ട് എനിക്ക് കയറാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം സാറിൻ്റെ ഈ ചെറുപ്പക്കാരായ ആൾക്കാർ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ യാത്ര എന്ന് തോന്നുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് തൻ്റെ പരിമിതികളും ആരോഗ്യവും എല്ലാം വൈഫ് വരെയും കൂടെ ഫോളോ ചെയ്യാതെ വന്നു. അങ്ങനെ ചെയ്യുകയും അത് തന്നെയല്ല, അതിൻ്റെ എൻജോയ്മെൻ്റ് ഞങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് തോന്നിയ താല്പര്യത്തിന് വളരെയധികം അഭിനന്ദനം. കാരണം അന്നേരം തന്നെ അത് എൻജോയ് ചെയ്യുകയും ആ എൻജോയ്മെൻ്റ് മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് കരുതി സാറ് പ്രിപ്പയർ ചെയ്ത കുറേ ഫോട്ടോസും എല്ലാം വളരെ എൻജോയബിളായി. ഏതായാലും ഞാൻ കഴിഞ്ഞ ഇത് കണ്ടില്ല, അത് ഞാൻ ഇതിൽ കണ്ടോളാം. തുടർന്നും എനിക്ക് കാണുവാനുള്ള താല്പര്യമുണ്ട്. സാറിൻ്റെ പ്രസൻറ്റേഷനും അതും എല്ലാം വളരെ എൻജോയബിളാണ്. നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഗൈഡ് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ് സാറ് ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ഈ ടേബിൾ മൗണ്ടൻ്റെ ഭാഗമാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. ഏതായാലും അതിൽ കേബിൾ കാറിലേക്കുള്ള എൻട്രൻസ് ലിഫ്റ്റ് വരികയാണെന്നും അതെല്ലാം വളരെ ഭംഗിയായി കണ്ടു. അതുപോലെ തന്നെ ആ സിറ്റുവേഷൻസ് എല്ലാം കുറേയും കൂടെ ചെറുപ്പത്തിൽ പോകേണ്ടതായിരുന്നു എന്ന് തോന്നുമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സാർ അത് കൈകാര്യം ചെയ്തു. അത് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ആരുള്ള? ജോസ് സാർ കേൾക്കുന്നുണ്ടോ? ഇനി അടുത്ത ആഴ്ച എന്താണ് സാർ ഉള്ളത്? സാർ അടുത്ത ആഴ്ച അങ്ങോട്ടാ പോകുന്നത്? സാർ സ്റ്റക്കായോ? അടുത്ത ആഴ്ച അൺമ്യൂട്ട് സാർ. ചൈനയ്ക്കുള്ള യാത്രയാണ് മനസ്സിലുള്ളത് സാറേ. സാർ കേൾക്കുന്നുണ്ടോ സാബു സാറേ? കേൾക്കാം സാർ, കേൾക്കാം. ആ, ചൈനയാണ് അടുത്ത കണ്ണിൽ വെച്ചിരിക്കുന്നതെന്ന് അല്ല, പറയുന്നത്. അടുത്ത ആഴ്ചയിൽ സാർ എങ്ങോട്ടാ? ഇതിന്റെ എന്നാന്ന് ചോദിച്ചേ? അടുത്ത നെക്സ്റ്റ് വീക്ക് ചൈന. അല്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടോ? അടുത്ത തീർന്നോ? ഇല്ല, ഒരാഴ്ച കൂടെ. ആഫ്രിക്കൻ യാത്രയുടെ ബാക്കി ഭാഗം അടുത്തത് എന്താണെന്നാ സാർ ബാക്കി ഉദ്ദേശിച്ചത്? ഏതാണെന്നാ ചോദിച്ചത്? എങ്ങോട്ടുള്ള യാത്രയാണെന്നാ ചോദിച്ചത്? ചോദിച്ചതോ? ഓക്കെ, അപ്പൊ ഇത് ആഫ്രിക്കൻ സഫാരി അങ്ങ് അടിപൊളി. ആഫ്രിക്കൻ സഫാരി ആമസോൺ കാടുകളിലൂടെയുള്ള ആഫ്രിക്കൻ സഫാരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ലെനിൻ സാർ, താങ്ക് യു. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ കേൾക്കാൻ കഴിഞ്ഞ ശനിയാഴ്ചത്തെ യൂട്യൂബ് വീഡിയോ നോക്കുക. ഇന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി സാർ അത് പറഞ്ഞു. ഏകദേശം നമ്മളും അതിനൊത്ത് പോയി എന്ന് വേണം വിചാരിക്കാൻ. അപ്പം തീർച്ചയായിട്ടും സന്തോഷം. അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. എനിക്ക് കേൾക്കുന്നുണ്ടാ? കേൾക്കാം. ഞാൻ ഈ ലാസ്റ്റ് നമ്മുടെ സിജിറോയുടെ ഒരു പടം ഞാൻ അത് അടുത്ത ആഴ്ച ഇട്ടോളാം സാർ. ഇതിൻ്റെ അകത്തില്ല, നമ്മുടെ ഗൈഡിന്റെ പേര് എടുത്തതിലില്ല. സാർ ഇതായിരിക്കും ഉദ്ദേശം അല്ലേ? അവിടെ ഒരാളേ ഉള്ളൂ ഇതല്ലേ? അല്ല, ഇതാണ്. അടുത്ത പ്രാവശ്യം മതി സാർ, കാണുന്നില്ല. ഓക്കെ, കാണാം. ഓക്കെ. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ലെനിൻ സാർ. നാളത്തെ ദിവസം നമ്മുടെ മ്യൂസിക്കിൻ്റെ ദിവസമാണ്. നമുക്ക് ഇഷ്ട ഗാനങ്ങളുമായിട്ട് അടുത്ത ആഴ്ച ഞായറാഴ്ച കാണാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.